ശ്രീ ഷാജൻ സ്കറിയ CPM-ന് അനഭിമതനായിരിക്കാം, DYFIക്ക് അനഭിമതനായിരിക്കാം, SFIക്കും അനഭിമതനായിരിക്കാം. പക്ഷേ ലക്ഷക്കണക്കിന് മലയാളി വായനക്കാരും മലയാളി പ്രേക്ഷകരും മലയാളി മാധ്യമങ്ങളെ ഇഷ്ടപ്പെടുന്ന മലയാളികളും തീർച്ചയായും മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയയുടെ വാക്കുകൾക്ക് കാതോർക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുന്നുമുണ്ട്, അദ്ദേഹം പറയുന്നത് വിശ്വസിക്കുന്നുമുണ്ട്. അതാ തന്നെയാകണം CPM-ൻ്റെ ഈ കലിത്തുള്ളലിന് പിറകിൽ. ഷാജൻ സ്കറിയ കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ഒരു കല്യാണ വിരുന്നിൽ പങ്കെടുക്കാൻ പോയതാണ്. തിരികെ വരും വഴിയിൽ ഒരു കാറ് ചേസ് ചെയ്യുന്നു. കാറ് കൊണ്ട് ഷാജൻ സ്കറിയ സഞ്ചരിക്കുന്ന കാറിൻ്റെ മുൻഭാഗത്ത് ചെറുതായി ഇടിക്കുന്നു. ഷാജൻ സ്കറിയ സ്വാഭാവികമായും കരുതിയത് വിവാഹ പാർട്ടിയിൽ വന്ന ആളുകൾ ആരെങ്കിലും പോകുമ്പോൾ സ്വാഭാവികമായുണ്ടായ ഒരു അപകടം എന്ന് കരുതി ഗ്ലാസിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെ അവിടെയുള്ള ഗ്ലാസ് താഴ്ക്കുന്നു. അപ്പോഴേക്കും എതിർവശത്തുള്ള ആളുകൾ അദ്ദേഹത്തെ ഉപദ്രവിക്കുകയാണ്. 6 പേരടങ്ങുന്ന സംഘമെന്നാണ് ആദ്യ ദൃഷ്ടിയിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായത്. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് അത് DYFIയുടെ പ്രവർത്തകരാണ്. DYFIക്കാർ മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ച അപകടമാണ്, മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് അദ്ദേഹത്തെ മർദ്ദിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്തിനാണ് പരിക്കുകൾ സാരമുള്ളതോ സാരം ഇല്ലാത്തതോ എന്നതല്ല ഇവിടെ പ്രശ്നം. ഒരു മാധ്യമപ്രവർത്തകനെ ഇങ്ങനെ നടു റോഡിൽ വെച്ച് കയ്യേറ്റം ചെയ്യാൻ മാത്രം അധപ്പതിച്ചു DYFI, അധപ്പതിച്ചു പോയോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ യുവജന സംഘടന. നമുക്കറിയാം, രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ PJ കുര്യൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പോലും DYFIയുടെ പല പരിപാടികളും കർമ്മ പദ്ധതികളെയും വളരെയധികം പ്രോത്സാഹിപ്പിച്ച വ്യക്തികളാണ്, വളരെയധികം പ്രകീർത്തിച്ച വ്യക്തികളാണ്. പ്രതിപക്ഷ നിരയിൽ നിന്ന് പോലും ഭരണകക്ഷിയിലെ യുവജന പ്രസ്ഥാനത്തിന് അഭിനന്ദനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പേക്കൂത്ത് DYFI ചെയ്തത് തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് വിസ്മയ ന്യൂസിൻ്റെ അഭിപ്രായം. പിന്നെ നമ്മുടെ വലിയ കൊടികെട്ടിയ മാധ്യമപ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളുമൊക്കെ ഉണ്ടല്ലോ, അവർ എന്തുകൊണ്ടാണ് ഇതിനകത്ത് കമ എന്നൊരു അക്ഷരം മിണ്ടാത്തത് എന്നത് വളരെയധികം ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു വലിയ സംഭവം തന്നെയാണ്. ഒരു മാധ്യമപ്രവർത്തകനെ അത് ആരോകട്ടെ, X or Y, പല മാധ്യമപ്രവർത്തകർക്കും ഇതുപോലെ മർദ്ദനമേൽക്കുന്നുണ്ട്. ഞങ്ങളുടെ തന്നെ ഒരു മാധ്യമപ്രവർത്തകനെ നേരത്തെ ഒരു തവണ മർദ്ദിച്ചിട്ടുണ്ട്. അതുപോലെ 24-ൻ്റെ മണിക്കുട്ടനെ CPM പ്രവർത്തകർ ഫത്തഹുദ്ദീനും അതുപോലെ തന്നെ ബൈജുവും ചേർന്ന സംഘം കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ വെച്ച് ആക്രമിക്കുന്നു, മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് സർക്കാർ എന്താണ് പറയുന്നത്? സർക്കാർ പറയുന്നു മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെ യാതൊരു പ്രശ്നങ്ങളുമില്ല, മാധ്യമ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ഈ ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെ മാധ്യമങ്ങൾ സ്വതന്ത്രമായി പെരുമാറുമ്പോൾ ഒരുപക്ഷെങ്കിൽ ഷാജൻ സ്കറിയയ്ക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടുണ്ടാകാം. അദ്ദേഹം സംഘപരിവാർ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ വാർത്തകൾ ചെയ്തിട്ടുണ്ടാകാം, അദ്ദേഹം കോൺഗ്രസിന് അനുകൂലമായ വാർത്തകൾ ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ വന്നപ്പോൾ മറുനാടൻ മലയാളി എടുത്ത സ്റ്റാൻഡ്, അദ്ദേഹം മുമ്പ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞതിന് ഫേസ്ബുക്കിൽ ക്ഷമ പറഞ്ഞുകൊണ്ടാണ് പല വീഡിയോകളും ചെയ്തത്. പിന്നെ ഇതിനകത്ത് രാഷ്ട്രീയം പറയുമ്പോൾ ഇടത് വലത് എന്നില്ല, എപ്പോഴും പ്രതിപക്ഷ സ്വരമാണ് മിക്കവാറും മാധ്യമങ്ങളൊക്കെ എടുത്ത് പുലർത്തുന്നത്. നിങ്ങൾ DYFI പ്രവർത്തകരൊക്കെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് മനോരമ നിരന്തരം എഴുതുകയാണല്ലോ, മലയാള മനോരമ നിരന്തരം CPM-നെതിരെയും അതുപോലെ DYFIക്കെതിരെയും എന്തിന് ഒരു ലോക്കൽ സെക്രട്ടറി ഇടപെട്ട അല്ലെങ്കിൽ ഒരു പാർട്ടി അംഗം എന്തെങ്കിലും ഒരു ക്രൈമിലുണ്ടെങ്കിൽ ഫ്രണ്ട് പേജിൽ വാർത്ത വരും. നമുക്കറിയാം, ഒരു പഞ്ചായത്ത് അംഗം ആത്മഹത്യ ചെയ്യുന്നു, ആത്മഹത്യയ്ക്ക് കാരണം കടം കൂടിയിട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്തു? മലയാള മനോരമ അത് ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ട് CPM-ൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായി മനസ്സ് നൊന്താണ് ആത്മഹത്യ എന്ന് വരുത്തി തീർത്തില്ലേ? അപ്പോൾ ഇതിനൊന്നും പ്രതിഷേധമില്ല. എന്നിട്ട് ദേശാഭിമാനി പത്രത്തിലൊരു വാർത്ത മാത്രം കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ഇതിന് പ്രതിഷേധമൊന്നുമില്ല, കയ്യേറ്റം ഒന്നുമില്ല, അതിന് കുഴപ്പമില്ല. ഈ ഒരു ചെറുകിട മാധ്യമ സ്ഥാപനം മറുനാടൻ മലയാളി ഒരിക്കലും മനോരമയുമായി താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ കേരളത്തിൽ ഇന്ന് ഉള്ള ഡിജിറ്റൽ മീഡിയ സ്ഥാപനങ്ങളിൽ നമ്പർ 1 സ്ഥാനത്ത് നിൽക്കുന്ന മറുനാടൻ മലയാളി, പിന്നെയാണ് ABC ന്യൂസൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു മനുഷ്യൻ എത്രയോ ആളുകൾക്ക്, ഒരു പ്രത്യക്ഷത്തിൽ തന്നെ 50ഓളം മാധ്യമപ്രവർത്തകർക്ക് കൃത്യം 1-ാം തീയതി ശമ്പളവും കൊടുത്ത്, ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണവും കൊടുത്ത്, അങ്ങനെ വളരെ കൃത്യമായി മാധ്യമ സ്ഥാപനം മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്ന, അതും ചീഫ് എഡിറ്റർ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയെ കയ്യേറ്റം ചെയ്തത് തികഞ്ഞ അപക്വമായ നടപടിയായി പോയി. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. പത്രപ്രവർത്തക യൂണിയനും അതുപോലെ തന്നെ മറ്റ് പത്രപ്രവർത്തക സംഘടനകളുമൊക്കെ ഇതിൽ പ്രതിഷേധിക്കേണ്ടതാണ്.
മാത്രമല്ല ഷാജൻ സ്കറിയ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് പറയുന്നത്. അതിനെ എതിർക്കാൻ നമുക്ക് ജനാധിപത്യ വേദികളുണ്ട്, ജനാധിപത്യ രീതികളുണ്ട്. ആ രീതിയിലൂടെ വേണം എന്താണ് മറുനാടൻ മലയാളിക്കെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഷേധമുണ്ടെങ്കിൽ അത് അറിയിക്കേണ്ടത്. PV അൻവർ മറുനാടൻ മലയാളിക്കെതിരെ ഒരുപാട് എന്താണ് ആരോപണങ്ങളുമായി വന്നല്ലോ. മറുനാടൻ മലയാളി ഓഫീസിൻ്റെ മുന്നേ പോയി മുണ്ട് മടക്കി കുത്തിയ ആളാണല്ലോ. PV അൻവറിൻ്റെ ഇലക്ഷന് നിരന്തരം PV അൻവറിൻ്റെ അഴിമതി കഥകൾ മറുനാടൻ മലയാളി നിരത്തിയിട്ടുണ്ടല്ലോ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഷാജൻ സ്കറിയയെ രാഖി രാമായണം പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ. അപ്പോഴൊക്കെയും മൈലേജ് കൂടുന്നതല്ലാതെ അദ്ദേഹത്തിൻ്റെ മൈലേജ് ഇടിയുന്നില്ല. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. മലയാള മാധ്യമങ്ങളെ ഇഷ്ടപ്പെടുന്ന മലയാളികൾ മറുനാടൻ മലയാളിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇനിയെങ്കിലും പാർട്ടിയും DYFIയും ഒന്നും ഇത്തരം കയ്യാങ്കളി രീതിയിലുള്ള കയ്യേറ്റ ശ്രമം അതൊന്നും വച്ച് നടക്കുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്